ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഡോക്ടർ ലിഷാന. ഇന്ന് നമുക്ക് ക്യുക്കമ്പറിനെ കുറിച്ച് സംസാരിക്കാം. കേൾക്കുമ്പോൾ വിചാരിക്കും ക്യുക്കമ്പറോ, ഇതെന്ത് ഇത്ര സംസാരിക്കാനുള്ളത് അല്ലേ? എത്രയും നമുക്ക് അബൻഡന്റ്ലി കിട്ടുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് സംസാരിക്കാൻ? അല്ല, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് സംസാരിക്കാം അപ്പം. ഓക്കെ, അപ്പം നമുക്ക് കുക്കുംബർ ഡെയിലി കഴിച്ചാൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ കുക്കുംബറിനകത്ത് എന്തെല്ലാമാണുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇതിൽ നല്ലപോലെ വെള്ളമുണ്ട്. നമ്മളെപ്പോഴും എന്താ ആൾക്കാർ പറയാ, വെള്ളം നല്ലപോലെ കുടിക്കണം, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമെന്ന് പറയും. ഈ നല്ലൊരു ഓപ്ഷനാണ് കുക്കുംബർ. നിങ്ങൾ നോക്കൂ, ഒന്ന് ഒടിച്ചാൽ തന്നെ അതിന് നല്ല പോലെ തന്നെ വെള്ളമുണ്ട് അല്ലേ? നല്ലൊരു വാട്ടർ കണ്ടന്റ് ആണ് ആള്. നല്ലപോലെ കഴിക്കുക, അപ്പം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് വരും. രണ്ടാമതായി ഇതിനകത്ത് നിറയെ പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം എപ്പോഴും നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്. നമ്മുടെ ഹൃദയം നല്ലപോലെ സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് പൊട്ടാസ്യം റിച്ച് ഫുഡ് നമ്മൾ എപ്പോഴും കഴിക്കുക. അതിൽ നല്ലൊരു ഓപ്ഷനാണ് കുക്കുംബർ. പിന്നീടുള്ളത് ഇതിനകത്ത് നിറയെ മാഗ്നീഷ്യം ഉണ്ട്. അപ്പൊ മാഗ്നീഷ്യം കഴിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മസിലെല്ലാം അടിപൊളിയാവും, മസിൽസിനൊക്കെ ഒരു ഹെൽത്ത് ഒക്കെ കിട്ടും. മസിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമല്ലോ എപ്പോഴും അല്ലെ? അപ്പം അത് കഴിക്കാം. പിന്നീടുള്ളത് പവർഫുൾ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. എന്താണ് ആന്റി ഓക്സിഡൻസ്? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മുടെ സെൽസിനെ ഏർലി ഡാമേജിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതാണ് ആന്റി ഓക്സിഡൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡും കഴിക്കണം. നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഒരു കൂടുതൽ ഒരു യൂത്ത് ഫൗണ്ടൻ ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊച്ചു മമ്മൂട്ടിയായിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഫുഡ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതിന് കുക്കുംബർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നീടുള്ളത് വെയിറ്റ് ലോസ് ആണ്. നിങ്ങൾ കാണും എപ്പോഴും ഒരു വെയിറ്റ് ലോസിന് ഒരു ഡയറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പം ക്യുക്കുംബേഴ്സ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യുക്കുംബർ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ആത്ലറ്റിക് പേഷ്യൻസിന്, ആത്ലറ്റിസ് ഉള്ളവർക്കും വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും ക്യുക്കുംബർ വളരെ നല്ല ഓപ്ഷനാണ്. ധാരാളമായി കഴിക്കുക. പിന്നെ ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഫ്രണ്ട് ഓഫ് ബ്യൂട്ടി ആണ്. അതായത് സൗന്ദര്യം ഉണ്ടാവാൻ ആയിട്ട് നമ്മൾ ഏറ്റവും അധികം കഴിക്കാവുന്ന ഒരു എന്താ പറയുക ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു ഫുഡാണ് കുക്കുംബർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിനും അതേപോലെ നെയിൽസിനും ഹെയറിനും ഐസിനും ഒക്കെ ഭയങ്കര ബ്യൂട്ടി തരുന്നുണ്ട്. വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു കുക്കുംബർ മാസ്ക് കൂടി പറഞ്ഞുതരാം. കുക്കുംബർ എടുക്കുക, കട്ട് 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 ഇൻ സ്മോൾ പീസസ്. ടേക്ക് കേർഡ് എന്ന് വെച്ചാൽ എന്താ? പാർട്ടിയിൽ കിട്ടുന്ന മേടിക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഒഴിച്ചുണ്ടാക്കുന്ന തൈര് എടുക്കുക. അതെടുത്തിട്ട് മിക്സിയിലിട്ട ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. സാധനം എടുക്കുക, മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 15 to 20 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇറ്റ് വിൽ ഗീവ് യു അമേസിംഗ് ബെനിഫിറ്റ്സ്. അത് ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. സമയമുള്ളവർ ഡെയിലി ചെയ്തോ, അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് ഒക്കെ നിങ്ങൾ ചെയ്തോ, വളരെ നല്ലതാണ്. സോ അപ്പം എൻ്റെ കുക്കുംബർ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ എല്ലാവരും കുക്കുംബർ കഴിക്കുക. ഇതൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. നമ്മൾ നിസ്സാരമായി കളയുന്ന പലതുമാണ് നമുക്ക് ഒരുപാട് ഹെൽത്ത് തരുന്നത്. അപ്പം നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക, വളരെ നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. ശരി, മറ്റൊരു ടോപ്പിക്കായിട്ടാണ്. ബൈ ബൈ.